1969 ഗുജറാത്തിലെ ഒരു വീട്ടിൽ വളരെ ചെറിയ തോതിൽ നിർമ്മിച്ചു തുടങ്ങിയ വാഷിംഗ് ഡിറ്റർജൻറ്റ് പൗഡറായിരുന്ന നിർമ്മ അത് പിന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡിറ്റർജൻറ്റ് പൗഡറായി വളരുകയും ക്രമേണ പ്രതാപമസ്തപിച്ച് അതിൻ്റെ വിൽപ്പന കുറയുകയും പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഒരു കാലത്ത് പ്രതാപത്തിലായിരുന്ന വാഷിംഗ് പൗഡർ നിർമ്മയുടെ ഉയർച്ചയും തകർച്ചയുമാണ് നമ്മൾ ഇന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1945 ഗുജറാത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ഖർസൻഭായ് പട്ടേൽ ജനിക്കുന്നത്. 21ാമത്തെ വയസ്സിൽ അദ്ദേഹം BSc കെമിസ്ട്രിയിൽ ബിരുദം പൂർത്തിയാക്കി. ഉടനെ തന്നെ അദ്ദേഹത്തിന് അഹമ്മദാബാദിലെ ന്യൂ കോട്ടൺ മിൽസിൽ ലാബ് ടെക്നീഷ്യനായി ജോലിയും ലഭിച്ചു. പിന്നീട് അധികം താമസിക്കാതെ തന്നെ ഗുജറാത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ജിയോളജിക് ആൻഡ് മൈനിങ് വകുപ്പിലും ജോലി ലഭിച്ചു. എന്നാൽ വെറുമൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാത്രം ജീവിക്കാൻ കർസൻഭായ് പട്ടേൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം പഠിച്ചിരുന്ന കെമിസ്ട്രിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു സംരംഭം തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ സ്വന്തം വീട്ടിൽ വച്ച് തന്നെ സോഡ ആഷും മറ്റു തരത്തിലുള്ള രാസവസ്തുക്കളും ഉപയോഗിച്ച് പരീക്ഷണം ആരംഭിച്ചു. നിരവധി പരാജയങ്ങൾക്കൊടുവിൽ അദ്ദേഹം താങ്ങാനാകുന്നതും ഫലപ്രദവുമായ ഇളം മഞ്ഞ നിറത്തിലുള്ള ഡിറ്റർജൻറ്റ് പൗഡർ നിർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ 1 വയസ്സുള്ള മകൾ നിരുപമ എന്ന പേരിൻ്റെ ആദ്യത്തെ 3 അക്ഷരവും അവസാനത്തെ 2 അക്ഷരവും ചേർത്ത് നിർമ്മ എന്ന പേരിടുകയും ചെയ്തു. അത് നിശ്ചിത അളവിൽ സാധാരണ പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് സൈക്കിളിൽ വീടുകൾ തോറും വിൽപ്പന ആരംഭിച്ചു. അക്കാലത്ത് മിഡിൽ ക്ലാസ്സിനും താഴെയുള്ള ജനവിഭാഗങ്ങൾ വളരെ കൂടുതലായിരുന്നു. അവർ എപ്പോഴും വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിച്ചിരുന്നത് അന്ന് 4 രൂപയ്ക്ക് കിട്ടുന്ന മുറിച്ചുപയോഗിക്കാനാവുന്ന ബാർ സോപ്പുകളായിരുന്നു. അക്കാലത്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സർഫ് ഡിറ്റർജൻറ്റ് വാഷിംഗ് പൗഡറുകൾക്ക് കിലോ 15 രൂപയായിരുന്നതിനാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ളവർ മാത്രമായിരുന്നു അത് വാങ്ങി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിഡിൽ ക്ലാസ്സിനും താഴെയുള്ള ഏത് പാവപ്പെട്ടവനും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കർസൻഭായ് താൻ നിർമ്മിച്ച നിർമ്മ വാഷിംഗ് പൗഡർ കിലോ 3 രൂപ 50 പൈസയ്ക്ക് തൻ്റെ സൈക്കിളിൽ വീടുകൾ തോറും കൊണ്ടു നടന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ഒരു അലക്ക സോപ്പ് വാങ്ങിക്കുന്നതിൻ്റെ വിലയ്ക്ക് 1 കിലോ ഡിറ്റർജൻറ്റ് പൗഡർ കിട്ടിയിരുന്നതിനാൽ പാവപ്പെട്ട സാധാരണക്കാരുടെ ഇടയിൽ നിർമ്മ വാഷിംഗ് പൗഡറിന് ആവശ്യക്കാരുണ്ടായി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കർസൻഭായ് തൻ്റെ വീട്ടിൽ നിർമ്മിച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന നിർമ്മ വാഷിംഗ് പൗഡർ വളരെ ജനപ്രിയമായി. കർസൻഭായ് പ്രതിദിനം 200 കിലോ ഡിറ്റർജൻറ്റ് പൗഡർ വിൽക്കാൻ ആരംഭിച്ചു. ആവശ്യകത വീണ്ടും വർദ്ധിച്ചതോടെ കർസൻഭായ് അഹമ്മദാബാദിലുള്ള സർസാപൂരിൽ ഒരു ഷെഡ് സ്ഥാപിക്കുകയും ഉൽപ്പാദനത്തിനായി തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് കർസൻഭായിയുടെ മകൾ ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നത്. തൻ്റെ ആ മകളോടുള്ള ആദരസൂചകമായി താൻ വിപുലീകരിച്ച ഷെഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മ വാഷിംഗ് പൗഡർ ഡിറ്റർജൻറ്റിന് പുതിയ പാക്കിംഗ് കവർ കൊണ്ടുവരികയും അതിൽ തൻ്റെ മകളോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം ആലേഖനം ചെയ്യുകയും ചെയ്തു. ഇത് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും അംഗീകൃത ബ്രാൻഡ് മാസ്കോട്ടുകളിലൊന്നായി മാറി. കർസൻഭായിയുടെ അടുത്ത ലക്ഷ്യം നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ വിതരണം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഉൽപ്പാദനം നടത്തുന്ന അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു കർസൻഭായ് ആദ്യ വിപണി കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത്. അക്കാലത്ത് അഹമ്മദാബാദിൽ 2000-ലധികം ചില്ലറ വിൽപ്പന വ്യാപാരികൾ ഉണ്ടായിരുന്നു. ഈ സ്റ്റോറുകളിലെല്ലാം നിർമ്മ വാഷിംഗ് പൗഡറുകൾ എത്തിച്ച് വിപണി കണ്ടെത്താൻ കർസൻഭായ് ശ്രമിച്ചു. എന്നാൽ പല സ്റ്റോർ ഉടമകളും പുതിയ ബ്രാൻഡായതിനാൽ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് കുറവായിരിക്കും എന്ന കാരണം പറഞ്ഞ് നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ സ്റ്റോക്കുകൾ എടുത്തു വയ്ക്കാൻ വിസമ്മതിച്ചു. അങ്ങനെയിരിക്കെ കർസൻഭായ് അവിടെ ഒരു ബിസിനസ് തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. കുറച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഈ സ്റ്റോറുകളിലേക്ക് പല ദിവസങ്ങളിൽ പല സമയങ്ങളിലായി നിർമ്മ വാഷിംഗ് പൗഡർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കസ്റ്റമറിനെ പോലെ പറഞ്ഞയക്കുന്നു. അങ്ങനെ പല തവണകളിലായപ്പോൾ ഈ പുതിയ നിർമ്മ വാഷിംഗ് പൗഡറിന് ആവശ്യക്കാരുണ്ടെന്ന് സ്റ്റോർ ഉടമകളിൽ ഒരു ചിന്ത ജനിപ്പിച്ച് ആ സ്റ്റോർ ഉടമകൾ അവരുടെ സ്റ്റോറുകളിലേക്കും നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ സ്റ്റോക്കുകൾ എടുത്തു വയ്ക്കാൻ തുടങ്ങി. ഈ വാഷിംഗ് പൗഡറിൻ്റെ വിലക്കുറവ് വളരെ സാധാരണക്കാരെയും ആകർഷിപ്പിച്ചിരുന്നു. അങ്ങനെ അഹമ്മദാബാദിലും പരിസര ഗ്രാമങ്ങളിലും നിർമ്മ 1-ാം നമ്പർ സെല്ലിംഗ് ഡിറ്റർജൻറ്റ് പൗഡറായി മാറി. പിന്നെ നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ വിതരണം ഗുജറാത്ത് മുഴുവനുമായി വ്യാപിപ്പിച്ചു. തൻ്റെ നിർമ്മ വാഷിംഗ് പൗഡറിന് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇത്രയും താല്പര്യമുണ്ടാകാൻ കാരണമെന്ന് കർസൻഭായ് ഒരു അനലൈസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അന്നത്തെ വിപണിയിലെ വമ്പനായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സർഫിന് കിലോ 15 രൂപയാണ് വില. എന്നാൽ താൻ നിർമ്മിക്കുന്ന നിർമ്മ വാഷിംഗ് പൗഡറിന് കിലോ വെറും 3 രൂപ 50 പൈസയും.
ഈ വിലക്കുറവ് തന്നെയാണ് തൻ്റെ നിർമ്മ വാഷിംഗ് പൗഡറിലേക്ക് ആൾക്കാരെ ആകർഷിപ്പിക്കുന്നതെന്നും ആവശ്യക്കാർ ഏറുന്നതെന്നും കർസൻ ഭായിക്ക് മനസ്സിലായി. ആയതിനാൽ ഈ വിലയിൽ നിന്നും വർധനവ് വരുത്തേണ്ടെന്ന് കർസൻ ഭായി ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ നിർമ്മയുടെ വിപുലീകരണ വേളയിൽ അദ്ദേഹം നിർമ്മയുടെ ഫോർമുല കഴിയുന്നത്ര ലളിതമാക്കാൻ തീരുമാനിച്ചു. ഗുജറാത്തിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് പ്രാദേശികമായി ലഭിക്കുന്ന സോഡ ആഷ് 60% നിർമ്മയിൽ ചേർത്തു. സർഫിനെ അപേക്ഷിച്ച് നിർമ്മയിൽ 35-40% മാത്രമേ ഡിറ്റർജൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സോഡ ആഷായിരുന്നു കൂടുതലും. മാത്രമല്ല അതിൽ വൈറ്റനിങ് ഏജൻറ്റുകളോ പെർഫ്യൂമോ ഒന്നും തന്നെ ചേർത്തിരുന്നതുമില്ല. അതും കൂടാതെ വിലയേറിയ യന്ത്രവൽകൃത ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതിനു പകരം കർസൻ ഭായി ചിലവ് ചുരുക്കുന്നതിനായി വിവിധ ഗ്രാമങ്ങളിൽ ചെറിയ ഷെഡുകൾ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ വിലയേറിയ യന്ത്രങ്ങളിലും വൈദ്യുതിയും ഉപയോഗിച്ച് സർഫ് നിർമ്മിക്കുമ്പോൾ നിർമ്മയുടെ ഉൽപ്പാദനം പൂർണ്ണമായും തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നടത്തിയത്. ഇത് കൂടുതൽ ചിലവ് കുറഞ്ഞതായിരുന്നു. മാത്രവുമല്ല വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് അന്നത്തെ സർക്കാർ പദ്ധതി അനുസരിച്ച് നിർമ്മയ്ക്ക് 15% എക്സൈസ് തീരുവ നികുതി ഇളവും ലഭിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നിർമ്മ അതിൻ്റെ വില നിയന്ത്രണത്തിലാക്കി കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിൽ എത്തിച്ചിരുന്നത്. 1975 ആയപ്പോഴേക്കും ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരുന്ന ഡിറ്റർജൻറ്റ് പൗഡറുകളിൽ ഒന്നായി നിർമ്മ മാറി. കൃത്യമായ വില നിർണ്ണയവും വിപണിയെക്കുറിച്ചുള്ള ധാരണയും കൃത്യമായ വിതരണ നവീകരണവുമൊക്കെയാണ് നിർമ്മ വാഷിംഗ് പൗഡറിനെ സക്സസ്സിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്. ഗുജറാത്തിൽ നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ കർസൻ ഭായി നിർമ്മ വാഷിംഗ് പൗഡർ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം നിർമ്മയുടെ ആദ്യ പരസ്യ ക്യാമ്പയിൻ ആരംഭിച്ചു. 1975 ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ വാഷിംഗ് പൗഡർ നിർമ്മയുടെ പരസ്യം പ്ലേ ചെയ്തു തുടങ്ങി. അതിലെ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: കുറച്ച് പൊടിയിൽ കൂടുതൽ നുരയും പതയും, അതിനാൽ എല്ലാവർക്കും നിർമ്മയാണ് ഇഷ്ടം എന്നായിരുന്നു. അതുമാത്രമല്ല കുറഞ്ഞ വിലയിൽ കൂടുതൽ പളപളപ്പ് എന്ന വാഗ്ദാനവും ഉപഭോക്താക്കളെ നിർമ്മ വാഷിംഗ് പൗഡറിലേക്ക് ആകർഷിപ്പിക്കാൻ ഒരു പ്രധാന പങ്ക് വഹിപ്പിച്ചു. നിർമ്മ പരസ്യത്തിലെ ആകർഷണീയമായ താളവും അവിസ്മരണീയമായ ഈണവും പെട്ടെന്ന് തന്നെ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1982 മുതൽ അതിൻ്റെ ദൃശ്യാവിഷ്കാരം ടി വികളിലും പരസ്യമായി എത്തി. അതിലെ ഡാൻസിംഗ് ഗേൾ നിർമ്മയുടെ ഐക്കണായിരുന്നു. മുൻകാല റേഡിയോ പരസ്യങ്ങളെപ്പോലെ തന്നെ ടി വി പരസ്യവും വൻ വിജയകരമായിരുന്നു. 1977 ആയപ്പോഴേക്കും നിർമ്മ വിപണി വിഹിതത്തിൻ്റെ 12% പിടിച്ചെടുത്തിരുന്നു. 1985 ആയപ്പോഴേക്കും വാഷിംഗ് ഡിറ്റർജൻറ്റ് മേഖലയിലെ വൻപൻ ബ്രാൻഡുകളെല്ലാം പിന്തള്ളി 60% മാർക്കറ്റ് ഷെയർ നിർമ്മ കരസ്ഥമാക്കിയിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിറ്റർജൻറ്റ് ബ്രാൻഡായി നിർമ്മ മാറി. കർസൻ ഭായി തൻ്റെ ഗവൺമെൻറ് ജോലിയോടൊപ്പം എക്സ്ട്രാ വരുമാനത്തിനായി വീട്ടിൽ ചെറിയ തോതിൽ ഉണ്ടാക്കി സൈക്കിളിൽ വീടുകൾ തോറും കൊണ്ടു നടന്ന് വിറ്റിരുന്ന നിർമ്മ എന്ന അലക്കുപൊടി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രാൻഡായിട്ട് വളർന്നു. അപ്പോഴേക്കും ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞിരുന്ന കർസൻ ഭായി സിമൻറ്റ് കമ്പനി, കെമിക്കൽ ഉൽപ്പാദന കമ്പനി, സ്വകാര്യ വിദ്യാഭ്യാസ മേഖല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ എന്നിങ്ങനെ പല ബിസിനസ്സുകളും തുടങ്ങി. നിർമ്മ ഇന്ത്യയിലെ നമ്പർ 1 ഡിറ്റർജൻറ്റ് ബ്രാൻഡായി വളർന്നുവെങ്കിലും ആ പ്രതാപം അധികകാലം നീണ്ടു നിന്നില്ല. അതിന് കാരണം ബിസിനസ്സിലെ മത്സര എതിരാളികൾ ശക്തരായിരുന്നു. മാത്രമല്ല മാറുന്ന കാലത്തിനനുസരിച്ച് നിർമ്മ വാഷിംഗ് പൗഡറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിരുന്നതുമില്ല. നിർമ്മയുടെ തുടക്കകാലത്ത് മിഡിൽ ക്ലാസ്സിനും താഴെയുള്ള സാധാരണ ആൾക്കാരായിരുന്നു കൂടുതലും നിർമ്മ ഉപഭോക്താക്കളായിരുന്നത്. പിന്നെ പരസ്യങ്ങളിലൂടെയൊക്കെയാണ് മിഡിൽ ക്ലാസ്സുകാരും നിർമ്മയുടെ ഉപഭോക്താക്കളായി മാറിയിരുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഡിറ്റർജൻറ്റ് പൗഡറായി നിർമ്മ മാറിയിരുന്ന അതേ സമയത്ത് എതിരാളിയായ ഹിന്ദുസ്ഥാനി യൂണിലിവർ നിർമ്മ വാഷിംഗ് പൗഡറിനോട് മത്സരിക്കാൻ കണക്കാക്കിയുള്ള ഒരു ഡിറ്റർജൻറ്റ് പൗഡർ പുറത്തിറക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഹിന്ദുസ്ഥാൻ യൂണിലിവർ നിർമ്മ വാഷിംഗ് പൗഡറിനെ സ്റ്റഡി ചെയ്തു. കുറഞ്ഞ വിലയാണ് നിർമ്മ വാഷിംഗ് പൗഡറിന് വിപണിയിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതോടൊപ്പം നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ പോരായ്മകളും അവർ കണ്ടെത്തി. നിർമ്മ വാഷിംഗ് പൗഡർ വെള്ളത്തിൽ പൂർണ്ണമായും അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നില്ല. വസ്ത്രങ്ങൾ ഉണങ്ങുമ്പോൾ വസ്ത്രങ്ങൾ സോഫ്റ്റ് അല്ലാതെ കട്ടി തുണി പോലെ ആകുന്നതും സോഡ ആഷിൻ്റെ ഇൻഡസ്ട്രിയൽ ഗന്ധവുമൊക്കെയായിരുന്നു. മാത്രമല്ല അലക്കുന്നവരുടെ കൈകൾ വരണ്ട് ഡ്രൈ ആവുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി വച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഗവേഷകർ നിർമ്മ വാഷിംഗ് പൗഡറിനെ കടത്തിവിട്ടുന്ന പുതിയൊരു ഡിറ്റർജൻറ്റ് പൗഡർ രൂപകൽപ്പന ചെയ്തു. അതിൽ സുഗന്ധപൂരിതമായ ഫ്രാഗ്രൻസ് ചേർത്തു. കൂടാതെ വെള്ളത്തിൽ പൂർണ്ണമായി അലിയുന്നതും കൈകൾ ഡ്രൈ ആകാതെ മോയ്സ്ചറൈസ് നിലനിർത്തുന്നതുമായ രീതിയിൽ വളരെ ഗുണനിലവാരമുള്ള ഡിറ്റർജൻറ്റ് പൗഡർ
നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ അതേ വിലയ്ക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ വീൽ ഡിറ്റർജൻറ്റ് പൗഡർ പുറത്തിറക്കി. അതേ തുടർന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ വീൽ ഡിറ്റർജൻറ്റിൻ്റെ പരസ്യങ്ങൾ നിർമ്മ വാഷിംഗ് പൗഡറിന് തിരിച്ചടിയായി. വീൽ ഡിറ്റർജൻറ്റ് പൗഡർ വാങ്ങി ഉപയോഗിച്ചു തുടങ്ങിയവർ മണത്തിലും ഗുണത്തിലും വിലയിലും ബെസ്റ്റ് ഓപ്ഷനായി വീൽ ഡിറ്റർജൻറ്റിനെ കണ്ടു തുടങ്ങി. സ്ഥിരമായി നിർമ്മ വാഷിംഗ് പൗഡർ ഉപയോഗിച്ചിരുന്ന ഉപഭോക്താക്കളും പുതിയ വീൽ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നോക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി 1990 ആയപ്പോഴേക്കും നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ തൊട്ടുപിറകെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡിറ്റർജൻറ്റ് പൗഡറായി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ വീൽ ഡിറ്റർജൻറ്റ് മാറിയിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ സർഫിനായും വീൽ ഡിറ്റർജൻറ്റിനായും പരസ്യ ക്യാമ്പുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ ഓരോ പരസ്യങ്ങളും നിർമ്മയെ പരോക്ഷമായി കുറിക്കുകൊള്ളുന്ന തരത്തിലായിരുന്നു. വില കുറഞ്ഞ 1 കിലോ പൊടിയേക്കാൾ നല്ലത് 1/2 കിലോ സർഫാണ് എന്ന പരസ്യങ്ങൾ സമൂഹത്തിലെ മിഡിൽ ക്ലാസ്സിലെ ജനവിഭാഗങ്ങളെ സ്വാധീനിച്ചു. അവർ പിന്നെ നിർമ്മ വാഷിംഗ് പൗഡറിനെ ഗുണനിലവാരം കുറഞ്ഞ പൊടിയായി കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാർക്കറ്റ് തന്ത്രങ്ങൾ അവർക്ക് ഫലപ്രദമാകാൻ തുടങ്ങി. നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ വിപണി വിഹിതം 60% നിന്നും 50% കുറഞ്ഞു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സർഫിൻ്റെയും വീലിൻ്റെയും വിപണി വിഹിതം 11% നിന്നും 24% ഉയർന്നു. ഇത് നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ തകർച്ചയുടെ തുടക്കം മാത്രമായിരുന്നു. ഇതേ സമയത്ത് തന്നെ നിർമ്മ വാഷിംഗ് പൗഡറിനോട് മത്സരിക്കുവാൻ മറ്റൊരു ബ്രാൻഡ് കൂടി ഉത്തർപ്രദേശിലെ തെരുവുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അത് ഖടി ഡിറ്റർജൻറ്റ് പൗഡറായിരുന്നു. കാൺപൂരിൽ നിന്നുള്ള 2 സഹോദരന്മാരായ മുരളീധറും വിമൽ കുമാറും അന്നത്തെ വിപണി ട്രെൻഡ് ലക്ഷ്യം വച്ചായിരുന്നു ഖടി ഡിറ്റർജൻറ്റ് പൗഡർ വിപണിയിലിറക്കിയത്. ഈ സമയത്തെ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ജനങ്ങളിലും പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചതോടെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ സാമ്പത്തികമായി മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർന്നു. അങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ആൾക്കാർ നിർമ്മ, വീൽ പോലുള്ള കുറഞ്ഞ ഡിറ്റർജൻറ്റ് പൗഡറുകളെ ഒഴിവാക്കി ക്വാളിറ്റിയും ഗുണമേന്മയുമുള്ള ഡിറ്റർജൻറ്റ് പൗഡറുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് മാർക്കറ്റിൽ വന്നിരുന്ന ഖടി ഡിറ്റർജൻറ്റ് പൗഡർ നിർമ്മ വാഷിംഗ് പൗഡറിനേക്കാൾ വളരെയധികം ക്വാളിറ്റി ഉള്ളതും പെർഫ്യൂം കണ്ടന്റ് അടങ്ങിയതും നിർമ്മയേക്കാൾ 10% വില കൂടുതലുമായിരുന്നു. അങ്ങനെ സ്വാഭാവികമായും മിഡിൽ ക്ലാസ്സിലെ ജനങ്ങൾ ഖടി ഡിറ്റർജൻറ്റ് പൗഡർ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന വിശ്വാസത്താൽ ഖടി ഡിറ്റർജൻറ്റിൻ്റെ ഉപഭോക്താക്കളായി മാറി തുടങ്ങി. മാത്രമല്ല, മറ്റുള്ളവർ നൽകുന്നതിനേക്കാൾ ഉയർന്ന കമ്മീഷൻ ഖടി ഡിറ്റർജൻറ്റുകാർ റീറ്റെയിൽ ഷോപ്പ് ഉടമകൾക്ക് നൽകിയിരുന്നതിനാൽ കച്ചവടക്കാരും ഖടി ഡിറ്റർജൻറ്റ് കൂടുതൽ സ്റ്റോക്ക് എടുക്കുകയും കസ്റ്റമേഴ്സിന് ഖടി ഡിറ്റർജൻറ്റ് ശുപാർശ ചെയ്ത് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിനായി ഓരോ 200 കിലോമീറ്റർ ചുറ്റളവിലും ഖടി ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ നിർമ്മാണശാലകൾ തുടങ്ങിയിരുന്നു. അങ്ങനെ വിപണിയിൽ ശക്തരായ എതിരാളികൾ ഉണ്ടായിക്കൊണ്ടിരുന്നതിനാൽ നിർമ്മയുടെ വിപണി മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഖടിയുടെ പരസ്യത്തിലൂടെ ആൾക്കാരുടെ ശ്രദ്ധ ഖടിയിൽ ആകർഷിച്ചതോടെ നിർമ്മ വളരെയധികം പിന്നിലേക്ക് തള്ളപ്പെട്ട് ഖടി ഡിറ്റർജൻറ്റ് പൗഡർ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡിറ്റർജൻറ്റ് ബ്രാൻഡായി വളർന്നു. 1990 ആയപ്പോഴേക്കും ഒരു കാലത്തെ നമ്പർ 1 പ്രതാപിയായിരുന്ന നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ വിപണി വിഹിതം വൻതോതിൽ നഷ്ടപ്പെട്ടിരുന്നു. മാറുന്ന ജനങ്ങളുടെ ജീവിതശൈലി അനുസരിച്ച് വലിയ മാറ്റങ്ങൾ നിർമ്മയ്ക്ക് അനിവാര്യമായിരുന്നു. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നിർമ്മ വിപണിയിൽ അതിജീവിക്കുകയുള്ളൂ. എന്നാൽ നിർമ്മ പുതിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്താത്തതും സോഡ ആഷിൻ്റെ അളവ് കൂടുതലുണ്ടായിരുന്നതും സുഗന്ധമില്ലാത്തതും വളരെ കുറഞ്ഞ വിലയും ഇടത്തരക്കാരായ ആൾക്കാരുടെ ഇടയിൽ നിർമ്മ വാഷിംഗ് പൗഡർ ക്വാളിറ്റി ഇല്ലാത്ത വളരെ ചീപ്പ് പ്രോഡക്റ്റ് ആണെന്നുള്ള ചിന്ത ജനിപ്പിച്ചിരുന്നു. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് നിർമ്മ പുതിയ പാക്കറ്റിൽ പ്രീമിയം ക്വാളിറ്റിയിൽ നിർമ്മ ബ്ലൂ എന്ന ഡിറ്റർജൻറ്റ് പൗഡർ പുറത്തിറക്കിയെങ്കിലും അത് ഏറെ വൈകിയിരുന്നു. അപ്പോഴേക്കും വിപണിയിൽ സജീവമായ എതിരാളികളുടെ സർഫ്, ഏരിയൽ പോലുള്ള പ്രീമിയം ഡിറ്റർജൻറ്റ് പൗഡറുകൾ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അന്നത്തെ പ്രീമിയം ക്വാളിറ്റിയിൽ വിപണിയിൽ ലഭ്യമായിരുന്ന സർഫിനും ഏരിയലിനോടുമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മികച്ചതോ നൂതനമായ പുതിയ ഒന്നും തന്നെ നിർമ്മ ബ്ലൂവിന് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ ഡിറ്റർജൻറ്റ് പൗഡറുകൾ സർഫ്, വീൽ എന്നിങ്ങനെ വ്യത്യസ്ത പേരുകൾ നൽകി വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായി വിപണിയിൽ ഇറക്കിയിരുന്നതിനാൽ അതെല്ലാം ഉപഭോക്താക്കൾ ഒരു ചോയ്സായി തിരഞ്ഞെടുത്തിരുന്നു. നിർമ്മ ബ്ലൂ എന്ന പേരിൽ പ്രീമിയം വാഷിംഗ് പൗഡർ പുറത്തിറക്കിയെങ്കിലും ആ പ്രീമിയം പ്രോഡക്റ്റിലും നിർമ്മ എന്ന പേര് ഉപയോഗിച്ചിരുന്നു.
ഉപഭോക്താക്കളുടെ ഇടയിൽ നിർമ്മ എന്ന പേര് നിലവാരമില്ലാത്ത ഉൽപ്പന്നമായിട്ടുള്ള കാഴ്ചപ്പാട് നിലനിന്നിരുന്നതിനാൽ തന്നെ ഉപഭോക്താക്കൾ ആ ഉൽപ്പന്നത്തെയും സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിർമ്മ ബ്ലൂവും പരാജയപ്പെട്ടു. അങ്ങനെയിരിക്കെ നിർമ്മ ഹെയർ ഓയിൽ, നിർമ്മ ഷാംപൂ, നിർമ്മ സോപ്പ്, നിർമ്മ ടൂത്ത്പേസ്റ്റ് അങ്ങനെ പുതിയ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടി നിർമ്മ പുറത്തിറക്കി. നിർമ്മയുടെ പഴയകാല ജനപ്രീതി ഈ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും നിർമ്മയെ ഇഷ്ടപ്പെട്ടിരുന്ന ഉപഭോക്താക്കൾ നിർമ്മയെ ഒരു ഡിറ്റർജൻറ്റ് ബ്രാൻഡായി മാത്രമായിരുന്നു കണ്ടിരുന്നത്. അവർ നിർമ്മയുടെ ഈ പ്രോഡക്റ്റുകളിൽ ആകൃഷ്ടരായിരുന്നില്ല. നിർമ്മയെ ഒരു കുറഞ്ഞ ബ്രാൻഡായി കണ്ടിരുന്ന മിഡിൽ ക്ലാസ് ഉപഭോക്താക്കളും നിർമ്മ പ്രോഡക്റ്റുകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. 2017 ആയപ്പോഴേക്കും നിർമ്മയുടെ വിപണി വിഹിതം വെറും 4% കുറഞ്ഞു. ബ്രാൻഡിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി അവർ നിർമ്മ അഡ്വാൻസ് ആരംഭിച്ചു. ഹൃത്തിക് റോഷനെ വച്ചായിരുന്നു അവർ ആ പരസ്യം ചെയ്തിരുന്നത്. എന്തൊക്കെയായാലും വിപണിയിലെ മറ്റ് വമ്പൻ ബ്രാൻഡുകളുമായിട്ടുള്ള മത്സരം അതികഠിനമായിരുന്നു. ആയതിനാൽ തന്നെ നിർമ്മ പ്രോഡക്റ്റുകൾ ക്രമേണ ഉപഭോക്താക്കളിൽ നിന്നും അകന്നു നിന്നു. പിന്നെ നിർമ്മ വ്യാവസായിക സോഡ ആഷ് നിർമ്മാണം, സിമൻറ്റ് നിർമ്മാണം, കെമിക്കൽസ്, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിന്നൊക്കെയുള്ള ബിസിനസ്സുകളിൽ നിന്ന് ഗണ്യമായ വരുമാനം നേടുന്നുവെങ്കിലും അവരുടെ വിജയത്തിന് അടിത്തറ പാകിയ നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ വിപണി ഗണ്യമായി കുറഞ്ഞു. ഏതൊരു മേഖലയിലും ഒന്നാം സ്ഥാനക്കാരനാകുന്നതും ആ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിനും നിർബന്ധമായും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ കൊണ്ടുവരാത്തതായിരുന്നു നിർമ്മയുടെ പതനത്തിന് കാരണമായിരുന്നത്. സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പ്രോഡക്റ്റ് അഡ്വാൻസുകളിലേക്ക് ഉപഭോക്താക്കൾ മാറി. അത്തരം അഡ്വാൻസ് ഉൽപ്പന്നങ്ങൾ നൽകാൻ ധാരാളം കമ്പനികൾ വിപണിയിൽ മത്സരിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ നിർമ്മ അത്തരം മാറ്റങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നത്തിൽ കൊണ്ടുവരാൻ വൈകിയതാണ് തകർച്ചയ്ക്ക് കാരണമായത്. നിങ്ങൾ എത്ര വലുതായാലും മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുകയാണ് എന്നതാണ് നിർമ്മയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.